Hello, all. We are back here with the new episode of Decoded Editorial. Today, we are dealing with an article India the Beautiful, but first, India the Functional. This is a beautiful piece of article written by Shashi Tharoor describing the state of Indian tourism, its issues, and what ahead we can do. It is a beautifully written article. Adime, the words written by Shashi Tharoor are explaining the beauty of Indian tourism. Uh, if you just close your eyes and then describe നമ്മൾ ആ ഹിമാലയൻ മലനിരകളിൽ നിന്ന് താഴത്തേക്ക് നമുക്ക് നമ്മുടെ ഡെസേർട്സിലേക്ക് വെസ്റ്റേൺ ഗട്ട്സിലേക്ക് ബസ്ലിംഗ് ആയിട്ടുള്ള മാർക്കറ്റ്സ് അതുപോലെ തന്നെ ടെക്നോളജിക്കൽ അറേനാസ് ഹൈദരാബാദ് ബാംഗ്ലൂർ നമ്മുടെ സതീഷ് ചന്ദ്ര ലോഞ്ച് പാഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെന്റേഴ്സ് ചാന്ദിനി ചോക്ക് മാർക്കറ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വൈഡ് വെറൈറ്റി ഓഫ് ടൂറിസം ഏരിയാസ് നമ്മുടെ നാട്ടിൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. അത്രയും ഇമ്മൻസ് ടൂറിസം പൊട്ടൻഷ്യൽ ഉള്ളപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഫാക്ടർ, ദിസ് വാസ് ഈവൻ എൻ ആസ്റ്റോണിഷിംഗ് ഫാക്ടർ ഫോർ മീ. നമ്മൾ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 2025 വരെ നമ്മൾ അട്രാക്ട് ചെയ്ത ടൂറിസ്റ്റിന്റെ എണ്ണം വെറും 56 lakhs ആണ്. നമ്മളെക്കാളും ഒരുപാട് ചെറിയ രാജ്യമായിട്ടുള്ള സിംഗപ്പൂർ അവരുടെ മോഡൽ കൊണ്ട്, അവരുടെ പ്രോ ടൂറിസം മോഡൽ കൊണ്ട് അവര് കൊണ്ടുവന്നിരിക്കുന്നത് ഓൾമോസ്റ്റ് 1 crore അടുപ്പിച്ചുള്ള ആൾക്കാരാണ്. Shashi Tharoor, through his article, is trying to understand what are the reasons behind such a less footfall in our tourism sector when compared to the other smaller countries, even after we having a wide range of potential. So initially, ഈ ഒരു ആർട്ടിക്കിളുടെ സ്റ്റാർട്ടിങ്ങിൽ Shashi Tharoor is trying to show the beauty of India and then come to a point that despite this beauty, we have only a footfall of 56 lakh people or 5.6 million people. Now, there are three fundamental facts. The main problems is what I like about this article. In these 3 words, he's actually describing the biggest problems of Indian tourism sector. It is image, infrastructure and the India itself. അതായത് പുറത്തു നിന്ന് നോക്കുമ്പോഴത്തേക്കും ഇന്ത്യ എന്ന ഇമേജിലുള്ള ഒരു പ്രശ്നം, 2 നമ്മുടെ സ്വന്തമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുള്ള പ്രശ്നം, 3 ദ ഇന്ത്യ ഇറ്റ്സെൽഫ്, നമ്മൾ നമ്മുടെ അകത്ത് തന്നെയുള്ള പ്രശ്നങ്ങൾ 3ആയിട്ട് നമ്മൾ മനസ്സിലാക്കാം. സോ ലെറ്റ്സ് ഗോ ഇൻ ഡീപ്പ്. Let's analyze each. What are the image problems? What are the infrastructural problems? And the problem with regard to India itself. Now, he starts with a proposition that the image outside about India is not that promising. അത് നമുക്കറിയാം, പലപ്പോഴും പല സേഫ്റ്റി പരമായിട്ടുള്ള കേസുകളും അതുപോലെ തന്നെ വുമൻ സേഫ്റ്റി സ്പെസിഫിക്കലി സാനിറ്റേഷൻ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വരും. നമ്മൾ ഒരുപാട് ബ്ലോഗുകളിലും മറ്റൊക്കെ കാണാറുണ്ട്. ഇന്ത്യ ഇസ് നോട്ട് ആസ് സേഫ്, അല്ലെങ്കിൽ അത്ര ഒരു ടൂറിസം ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ അല്ല എന്നുള്ളൊരു ഇമേജ് സംഹൗ എങ്ങനെയുണ്ട് പുറം രാജ്യങ്ങളിൽ ഔട്ടുണ്ട് വെൻ കമ്പയർ ടു ദാറ്റ് ഓഫ് തായ്ലൻഡ് അതുപോലെ തന്നെ നമ്മുടെ സിംഗപ്പൂർ ഒക്കെ നോക്കുമ്പോൾ. സോ ദർ ഇസ് ആൻ ഇമേജ് പ്രോബ്ലം ദോ വി മാർക്കറ്റ് ourselves ആസ് ഇൻക്രെഡിബിൾ ഇന്ത്യ. വാക്യങ്ങൾക്ക് അപ്പുറമുള്ള യാഥാർത്ഥ്യങ്ങളെ പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു ഇമേജ് പ്രോബ്ലം കാര്യമായിട്ട് ഉണ്ടെന്നുള്ളതാണ് ശശി തരൂർ ഇത് ചെയ്യുന്നത്, പ്രതിപാദിക്കുന്നത്. മാത്രമല്ല, ശശി തരൂർ ഇസ് ഓൾസോ ബ്രില്യൻ്റ്ലി പോയിന്റിങ് ഔട്ട്, നമ്മൾ ഇൻക്രെഡിബിൾ ഇന്ത്യ എന്നാണ് പറയുന്നത്, ബട്ട് ദാറ്റ് ഡസ് നോട്ട് totally encapsulate what India is. He's specifically taking out the point that we have a spiritual India, we have an adventure India, we have a luxury India. നമ്മൾ ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന് പറഞ്ഞ് മാത്രം മാർക്കറ്റ് ചെയ്യുമ്പോൾ, പുറത്തേക്ക് നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ, ദ ഇമേജ് ഇസ് നോട്ട് ഡിസ്ക്രൈബിംഗ് ദി കോംപ്ലക്സിറ്റി, ദി വാസ്റ്റ്നെസ് ഓഫ് അവർ കൾച്ചർ എന്നാണ് ശശി തരൂർ പോയിന്റ് ഔട്ട് ചെയ്യണം. സോ when we market ourselves also incredible Indias എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ സെഗ്മെന്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച്, ടേക്കിംഗ് ഓൺ ദി സ്പിരിച്വൽ ഇന്ത്യ, അഡ്വഞ്ചർ ഇന്ത്യ, ലക്ഷറി ഇന്ത്യ എന്നുള്ള രീതിക്ക് നമുക്ക് മാർക്കറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇമേജ് പ്രോബ്ലം കൊണ്ട് നമ്മൾ ശശി തരൂർ എന്ത് ചെയ്യുന്നത് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. സോ ജസ്റ്റ് എൻകാപ്സുലേറ്റ് വാട്ട് ഇസ് ദ ഇമേജ് പ്രോബ്ലം. ഒന്ന് നമ്മുടെ സ്ട്രക്ചറൽ ആയിട്ടുള്ള സാനിറ്റേഷൻ അതുപോലെ സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ്, 2 നമ്മുടെ ഒരു ഇമേജ് പ്രൊജക്ഷൻ, നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നത് ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ വി ആർ somehow leaving out the detail in it. ആ ഡീറ്റെയിൽ എന്ന് പറയുമ്പോഴത്തേക്കും സ്പിരിച്വൽ ഇന്ത്യ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഡൈവേഴ്സിറ്റീസിനെ നമ്മൾ എൻകാപ്സുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മറന്നു പോകുന്നുണ്ട്. സെക്കൻഡ് പ്രോബ്ലം ഹീസ് ഹൈലൈറ്റിംഗ് ഇസ് ദ ഇൻഫ്രാസ്ട്രക്ചർ. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, നമ്മളൊരു
എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ദർ ഇസ് എ ലോട്ട് ഓഫ് ഹസൽ വിത്ത് റിഗാർഡ് ടു ദി എയർപോർട്ട് ടാക്സീസ്, അതുപോലെ യൂബർ, അതുപോലെ റോഡിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഈവൻ ഇഫ് യു സ്റ്റേ ഇൻ എ 5-star ഹോട്ടൽ, റൈറ്റ് ദി 5-star ഹാളിന്റെ പുറത്തുള്ള 5-star ഹോട്ടലിന്റെ പുറത്തുള്ള റോഡ് ചിലപ്പോൾ പോത്ത് ഹോൾസ് ഉള്ള റോഡായിരിക്കും. സോ the user experience of a traveler who is coming into India എന്താവുന്നു, അതുകൊണ്ട് എന്താവുന്നു, പോറാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നു. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് നമുക്ക് എന്താവുന്നു, ഒരുപാട് ഇതായിട്ട് കുറഞ്ഞു വരുന്നു. 3 പ്രൊജക്ട് ചെയ്യുന്ന ഇന്ത്യ ഇറ്റ്സെൽഫ് ആണ്. സംഹൗ ഡൗൺ ദ ലൈൻ പുറത്തുള്ള ഒരുപാട് പ്രൊജക്ഷൻസും മറ്റൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ അകത്ത് തന്നെ നമ്മൾ അത്ര ഒരു ടൂറിസം ഫ്രണ്ട്ലി അല്ല എന്നുള്ളൊരു നോഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു നോയ്സി കൾച്ചർ ആയാലും, അല്ലെങ്കിൽ എന്താണ് ഒരു പീസ്ഫുൾ അല്ലാത്തൊരു സ്കീം ആയാലും, പിന്നെ സ്കാമേഴ്സ്, അതുപോലെ സ്കാംസ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മുടെ അകത്ത് തന്നെയുള്ള പ്രശ്നങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, ടൂറിസത്തിനെ തടഞ്ഞു വെക്കുന്നുണ്ട്. മോറോവർ ദർ ഇസ് എ വെരി ബിഗ് പോയിന്റ് ദാറ്റ് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ ടൂറിസം സെക്ടറിൽ ഇല്ല എന്നുള്ളത്. ഓൾമോസ്റ്റ് 40% സ്കിൽ ഡെഫിസിറ്റ് ഉണ്ടെന്നാണ് ഒരു റിപ്പോർട്ട് ശശി തരൂർ ഇതിൽ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. സോ ദീസ് ആർ ദി മെയിൻ ഇഷ്യൂസ് അപ്പാർട്ട് ഫ്രം ദി ഇന്ത്യയുടെ അകത്തുള്ള എമിഗ്രേഷൻ, റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള എമിഗ്രേഷൻ നിയമങ്ങൾ, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. സോ ജസ്റ്റ് എൻകാപ്സുലേറ്റ് ദി പോയിന്റ്സ്. ടൂറിസം സെക്ടറിലുള്ള പ്രോബ്ലം നമ്മളോട് ചോദിക്കുവാണെങ്കിൽ UPSC പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് നമുക്ക് ഓർത്തു വെക്കാൻ പറ്റുന്നത് 3 മെയിൻ ഫാക്ടേഴ്സ് ആണ്. 1 നമ്മുടെ ഇമേജ്, പുറത്തുനിന്നുള്ളൊരു ഇമേജ്. 2 നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ട് ബന്ധപ്പെട്ട ഡെഫിസിറ്റ്സ്. 3 ഇന്ത്യ ഇറ്റ്സെൽഫ്, നമ്മുടെ തന്നെ അകത്തുള്ള പ്രശ്നങ്ങൾ, എമിഗ്രേഷൻ നിയമങ്ങളുടെ ഫ്രണ്ടിലും സ്കിൽ ഡെഫിസിറ്റിന്റെ രൂപത്തിലും. നൗ he goes on to give the solution also, how to fix this deficit എന്നുള്ളത്. ഓക്കെ, നൗ ഇതിനൊരു മൾട്ടി ബ്രാൻഡ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് ഇതിൽ പറയുന്നത്. മൾട്ടി പ്രോങ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് ശശി തരൂർ മുന്നോട്ട് വെക്കുന്നത്. ഫസ്റ്റ് ഇസ് റീബ്രാൻഡിങ് ഇൻ ദ സെൻസ് നമുക്ക് ലെറ്റ്സ് ഗിവ് എ മോർ ഹൈപ്പർ പേഴ്സണലൈസ്ഡ് ടൂർ ഫോർമാറ്റ്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം ഗോൾഡൻ ട്രയാങ്കിൾ, അല്ലെങ്കിൽ ഹിമാലയൻ ട്രെയിൻ, അല്ലെങ്കിൽ കോസ്റ്റൽ ബെൽറ്റ്, ഫർദർ ഇൻക്രെഡിബിൾ ഇന്ത്യയിനേക്കാളും അപ്പുറം നമ്മൾ അതിന്റെ ന്യൂവാൻസസിലേക്ക് എന്ത് ചെയ്യാണ്, പ്രൊജക്ഷൻ നടത്തുകയാണ്. നമ്മൾ സർക്യൂട്ട് ടൂറിസങ്ങൾ എന്ത് ചെയ്യാണ്, പ്രൊമോട്ട് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ രാമായണ സർക്യൂട്ട്, അതുപോലെ ബുദ്ധ സർക്യൂട്ട്, ഇതുപോലുള്ള സർക്യൂട്ട് ടൂറിസങ്ങളെ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, ഇത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു റീബ്രാൻഡിങ് നടപ്പാക്കുക, ഗെറ്റിംഗ് ഇൻ ടു ദ വെരി ഡീറ്റെയിൽസ് ഓഫ് ദി ടൂറിസം പൊട്ടൻഷ്യൽ ഓഫ് ഇന്ത്യ. Invest in immersive virtual tours, influencer partnerships, user generated content. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ റീബ്രാൻഡ് ചെയ്ത് നമുക്ക് പുറത്ത് നമ്മുടെ ഇമേജ് ഫാക്ടറിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ, അത് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്യാം. 2 നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മൾ ഇത് ചെയ്യാം. ഇൻഫാക്ട് ശശി തരൂർ സജസ്റ്റിംഗ് വി ഹാവ് ടു പ്രൊമോട്ട് ദി അഡോപ്റ്റ് ഹെറിറ്റേജ് സ്കീം. ഈ അഡോപ്റ്റ് ഹെറിറ്റേജ് സ്കീം എന്ന് പറയുമ്പോഴത്തേക്കും പ്രൈവറ്റ് പാർട്ടീസ് ആയിട്ട് ചേർന്നുകൊണ്ട് ഓരോ ഹെറിറ്റേജ് മോണുമെന്റ്സിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു സ്കീമാണ്. അതുപോലെ നാഷണൽ വൈഡ് നമ്മുടെ സ്വച്ഛ് ഭാരത് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്തിലേക്ക് പോവാം, ക്ലീൻ ടൂറിസം ക്യാമ്പയിൻ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ മ്യൂസിയംസും ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആക്കാം. Third factor we have to focus upon is the safety aspect. Safety aspect, we can start up with the tourist police force. We have coastal police force, etc. etc. അപ്പോൾ അതുപോലെ തന്നെ ടൂറിസ്റ്റ് ഏരിയാസിൽ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ടൂറിസ്റ്റ് പോലീസ് ഫോഴ്സസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ആപ്പുകൾ, ഫോർ എക്സാമ്പിൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ സ്കാംസ് അതിലൊന്നും വരാതിരിക്കാനായിട്ട് സെൻട്രലൈസ്ഡ് ആപ്പുകൾ, വെരിഫൈഡ് ഗൈഡ്സ്, ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. 4, we'll have to streamline the visa process. He's also asking for a policy wherein anyone can come to India. അതായത് ഓപ്പൺ വിസ പോളിസി പോലെ ഒരു പോളിസി എക്സ്പ്ലോർ ചെയ്യാന്നാണ് പറയുന്നത്. ബട്ട് ഐ തിങ്ക് ദർ ഇസ് എ ലോട്ട് ഓഫ് ഡിഫിക്കൽട്ടീസ് ഇൻ ഇറ്റ്. ഓക്കെ, ഒരുപാട് ഫോർ എക്സാമ്പിൾ റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ഏരിയാസ് നമ്മുടെ വന്ന റിസർച്ച് പർപ്പസസിനൊക്കെ വന്നിട്ട് ബയോപൈറസി പോലുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാം. സോ ദോ നോട്ട് കംപ്ലീറ്റ്ലി ഇൻ എ ഫോർമാറ്റ് നമുക്ക് എന്ത് പറയാം, ഓപ്പൺ വിസ പോളിസി അല്ലെങ്കിലും വി ക്യാൻ എന്താണ് വികസിത രാജ്യങ്ങളെ പോലെ തന്നെ വി ക്യാൻ ഓപ്പൺ അപ്പ് a lot for a tourism purpose എന്ന് എനിക്ക് തോന്നുന്നു. Last and the foremost point is promoting sustainability. Our Kerala's model is also responsible tourism, eco-tourism പോലുള്ള ആസ്പെക്ട്സിനെ പറയും. കാരണം ഇന്നെല്ലാ ടൂറിസത്തിനും എന്തുണ്ട്, ആ ഡയമെൻഷൻ, എക്കോളജിക്കൽ അല്ലെങ്കിൽ എൻവിറോൺമെന്റൽ റിച്ച്നെസ് എന്നുള്ള ഡയമെൻഷൻ എന്താവുന്നുണ്ട്, അതിലേക്ക് ആഡ് ആവുന്നുണ്ട്. സോ ഓൾ ഇൻ ഓൾ ജസ്റ്റ് എൻകാപ്സുലേറ്റ് ദി പോയിന്റ്സ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ടൂറിസത്തിലുള്ള നമ്മുടെ റീബ്രാൻഡിങ് ആണ്, നമ്മുടെ ഇമേജ് കറക്ഷൻ ആണ്. ഇനിവേ ഇമേജ് കറക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മൾ കുറേയും കൂടെ ഇന്ത്യയുടെ ടൂറിസത്തിലെ നമ്മൾ വൈവിധ്യങ്ങളെ പുറത്ത് കാണിക്കുന്ന ഇനീഷ്യേറ്റീവ്സ് നമ്മൾ എന്ത് ചെയ്യുക, കൊണ്ടുവരിക എന്നുള്ളതാണ്. ഹിമാലയത്തിന്റെ എക്കോസിസ്റ്റം, കോസ്റ്റൽ എക്കോസിസ്റ്റം, അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള എലമെന്റ്സിനെ എടുത്ത് കാണിക്കുന്ന ഡൽഹിയിലുള്ള മുഗൾ, അതുപോലെ തന്നെ മറാത്തട ഫോർട്സ്, എക്സെട്ര എക്സെട്ര, നമ്മൾ അതിനെ ഒരു റീബ്രാൻഡ് ചെയ്യുക, ഇമേഴ്സീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് നമ്മൾ കൊടുക്കുക എന്നുള്ള.
സെക്കൻഡ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക, അതിന് ക്ലീൻ ടൂറിസം ക്യാമ്പയിൻ പോലെ വരാം. തേർഡ് നമുക്ക് നമ്മുടെ പ്രയോറിറ്റി സേഫ്റ്റി ആയിട്ട് നമുക്ക് കൊടുക്കാം. 4 വിസ പ്രോസസ്സുകൾ സ്ട്രീം ലൈൻ ചെയ്യാം. 5 നമുക്ക് സസ്റ്റൈനബിലിറ്റിനെ ഇത് ചെയ്യാം. The last part of the article is also very beautiful in a way, saying that tourism is also, apart from the economic angle, it is also a strategic imperative. I'll explain this point. See, AI വരുന്ന ഈ കാലഘട്ടത്തിൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്ന ഒരു കാലഘട്ടത്തിൽ, ഒരുപാട് റോബോട്ടിക് ഓട്ടോമേഷൻ ഒക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ ദിസ് ടൂറിസം ഇസ് വൺ ഏരിയ ഇൻ വിച്ച് നമുക്ക് ഈ മിഡിൽ ഇൻകം ജോബ്സ് അല്ലെങ്കിൽ ലോ സ്കിൽഡ് ജോബ്സ് അല്ലെങ്കിൽ മിഡ് സ്കിൽഡ് ജോബ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ. അപ്പൊ സെമി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ സ്കില്ല് കുറഞ്ഞുള്ള ആൾക്കാരുണ്ടാവും. അവരെയും കൂടെ നമുക്ക് ചേർക്കാൻ പറ്റുന്ന ഒരു ജോബ് അറേനയാണ് ടൂറിസം. അതുകൊണ്ട് തന്നെ ഒരു തരത്തിൽ ഇതൊരു സ്ട്രാറ്റജിക് എക്കണോമിക് കമ്പൽഷൻ ഉണ്ട്, പക്ഷെ ഒരു രാജ്യത്തിനെ സംബന്ധിച്ചോളം അത് എന്താണ്, ഒരു സ്ട്രാറ്റജിക് ഇംപെരറ്റീവ് കൂടിയാണ്. നെവർദലെസ് ദാറ്റ് ഈസ് വൺ പോയിന്റ് ദാറ്റ് ഐ ലവ്ഡ് highlighted. I have not, ഞാൻ അങ്ങനെ ഒരു ആംഗിളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു ടൂറിസത്തിന് അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളത്. സോ that angle has to be explored in a way, this angle being the strategic imperative. Last are some beautiful lines. India has the history of Egypt, the natural beauty of New Zealand, and the cultural depth of a continent. We have everything. It's beautiful India. അതായത് നമുക്കൊരു നാച്ചുറൽ ബ്യൂട്ടി ഉണ്ട്, കൾച്ചറൽ ഹിസ്റ്ററി ഉണ്ട്, എല്ലാ തരത്തിലുള്ള സാധനങ്ങളും നമ്മുടെ ഒരു രാജ്യത്ത് നമുക്ക് എന്തുണ്ട്, നമുക്ക് അകത്തുണ്ട്. And we need not reinvent ourselves, because we just need to refine ourselves. നമ്മുടെ ഇമേജ്, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലുള്ള സിസ്റ്റങ്ങളെ കറക്റ്റ് ചെയ്യേണ്ട മാത്രം പ്രശ്നമേ ഉള്ളൂ. Once that is corrected, we are opening up the world to see us more and understand more. This is what Shashi Tharoor has beautifully written in the format of with regard to the tourism sector, encapsulating the problems and the solutions for the same. I hope you like this article related to tourism. Also, in comment section, please tell us what can we do to better our tourism sector and henceforth. I think you are loving this initiative, and I hope to see you forward again with another article. Thank you. Gallant IAS, chasing your passion to ace.